നമസ്കാരം. ചാനൽ 13.8-ൻ്റെയും നാസിക് നേഷൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മാനവീയം 2020 എന്ന സെമിനാറിൽ ഒരു വിഷയം അവതരിപ്പിക്കാൻ അവസരം തന്നിട്ടുള്ള എൻ്റെ ഭാരവാഹികളോട് ആദ്യമായി നന്ദി രേഖപ്പെടുത്തി ഞാൻ എൻ്റെ പ്രസൻറ്റേഷനിലേക്ക് ഇല്ലെങ്കിൽ ഒരു ചെറിയ വിഷയാവതരണത്തിലേക്ക് കടക്കാം. ചില്ലില്ലാത്ത റോഡിലൂടെ മഴു അകത്തേക്കിട്ട് ഒന്നാമൻ എന്നെ തുരുതര വെട്ടാൻ തുടങ്ങി. അതോടെ ചേച്ചിയും അമ്മയും ആവുന്നത്ര ശബ്ദത്തിൽ രക്ഷിക്കണേ ഓടിവായോ എന്ന നിലവിളി തുടങ്ങി. ഞാനാകട്ടെ ശരീരം ആവുന്നത്ര ഉള്ളിലേക്ക് ഒതുക്കിക്കൊണ്ട് മഴുവിൻ്റെ പിടിയിൽ കടന്നു പിടിക്കാനുള്ള ശ്രമം നടത്തി. 1-2 തവണ എനിക്ക് പിടി കിട്ടിയെങ്കിലും എൻ്റെ കൈകൾ വിട്ടുപോയി. കൈകളിലും വെട്ടേറ്റ് മാംസവും ഞരമ്പുകളും മുറിഞ്ഞ് മറിഞ്ഞപ്പോൾ എൻ്റെ കൈകൾ പൊങ്ങാതെയായി. പിൻസീറ്റിൽ ഇരുന്നു കൊണ്ട് എൻ്റെ അമ്മ മടക്കുട കൊണ്ട് എന്നെ വെട്ടുന്ന കയ്യിൽ അടിച്ചുകൊണ്ട് അലറിക്കരഞ്ഞെങ്കിലും ഒരു ദീന ശബ്ദമേ പുറത്തേക്ക് വന്നുള്ളൂ. എൻ്റെ കൈകൾ പൊങ്ങാതായതോടുകൂടി മഴു പിടിച്ചയാൾ കൈ ഉള്ളിലേക്ക് കാറിൻ്റെ ഡോർ തുറന്ന് അപ്പോഴേക്കും ചേച്ചിയുടെ വശത്തു നിന്ന് വാക്കത്തി പിടിച്ച 2 ആളുകളും അങ്ങോട്ട് വന്നു. 4 പേർ കൂടി എന്നെ വലിച്ചെടുത്ത് കാറിൻ്റെ പിന്നിലേക്ക് കൊണ്ടുപോയി. എൻ്റെ അടുത്തേക്ക് വരാനായി ഡോർ തുറന്ന് പുറത്തെത്തിച്ച ചേച്ചിയെ അവിടെ നിന്നിരുന്ന ഘടാരക്കാരൻ ഇടം കൈയാൽ കഴുത്തിന് പിടിച്ച് വലം കൈയിലെ ഘടാര നീട്ടിപ്പിടിച്ച് റോഡിൻ്റെ ഇരുവശത്തേക്കുള്ള കയ്യായയിലേക്ക് തള്ളി. കാറിൻ്റെ പിന്നിലേക്ക് എന്നെ അല്പദൂരം വലിച്ചിട്ട് ഒരു വാക്കത്തിക്കാരൻ എൻ്റെ ഇടതുകാലിൻ്റെ കുതികാൽ ഭാഗത്ത് ആഞ്ഞൊരു വെട്ട്. അതിനുശേഷം കാലിൽ പിടിച്ച് തിരിച്ചിട്ട് അതിനോട് ചേർന്ന് പാദത്തിന് മുകളിലായി ഒരു വെട്ടും തന്നു. തുടർന്ന് മഴു പിടിച്ചയാൾ എൻ്റെ ഇടത് ചന്തിയോട് ചേർത്ത് തുടയുടെ ഭാഗത്ത് മഴു കൊണ്ട് ആഞ്ഞു വെട്ടി. കൂടാതെ ഇടതുകാലിൽ നിന്ന് എൻ്റെ കണ്ണയുടെ മുകൾ ഭാഗത്തും പാദത്തിനും ആഞ്ഞു വെട്ടി. മഴു പതിപ്പിച്ച ഭാഗങ്ങൾ അസ്ഥി ഉൾപ്പെടെ മുറിഞ്ഞു. മുറിവുകളിൽ നിന്ന് ചീറ്റിയൊലിക്കുന്ന രക്തത്തോടൊപ്പം ജീവനും വാർന്നു പോകുന്നതായി എനിക്കപ്പോൾ തോന്നി. എന്നിൽ പതിക്കാൻ വേണ്ടി അയാളുടെ കയ്യിലിരുന്ന വെൺമഴുവിൽ ദൃഷ്ടിയൂന്നി ജന്തുസഹജമായ മരണ ഭയത്തോടെ കൊല്ലല്ലേ കൊല്ലല്ലേ എന്ന് ഞാൻ വിലപിച്ചു. പിന്നീട് അവർ എന്നെ തൂക്കിയെടുത്ത് കുറച്ചുകൂടെ പിന്നിലേക്ക് കൊണ്ടുപോയി. റോഡിൻ്റെ ഓരത്തായി അങ്ങനെ വിലങ്ങി കിടത്തി. ഉടൽ ടാർ റോഡിലും തല പുല്ലുള്ള ഭാഗത്തും വരത്തക്ക നിലയിൽ അവർ എന്നെ മലർത്തിയിട്ടു. മഴു പിടിച്ചയാൾ മുറിവേറ്റ് തളർന്ന എൻ്റെ ഇടത് കൈ എടുത്തു പിടിച്ച് വിറക് കീറുന്ന മാതിരി ആഞ്ഞൊരു വിട്ട് കൈക്കുഴയോടെ ചേർന്ന് കൈപ്പത്തിയിൽ ചെരിഞ്ഞ് മഴു പതിച്ചു. ചെറുവിരൽ ഭാഗത്തെ 3 വിരലുകൾ കടയറ്റ് തൂങ്ങും വിധം കൈപ്പത്തിയുടെ 1/4 ഭാഗത്തോളം എത്തിച്ചെന്നു. ഉദ്ദേശിച്ച കൈ മാറിപ്പോയെന്ന് വാക്കത്തിക്കാരൻ സൂചന കൊടുത്തതിനാൽ എൻ്റെ കൈകൾ അയാൾ പെടുന്നതിനെ താഴേക്കിട്ടു. ആ സമയം വലുതായൊരു സ്ഫോടന ശബ്ദം എൻ്റെ കാതിൽ വന്നലച്ചു. പുകപടലങ്ങൾക്കിടയിൽ കയ്യിലൊരു വാക്കത്തിയുമായി മകൻ മിഥുൻ അവിടേക്ക് പാഞ്ഞെടുക്കുന്നത് ഒരു മിന്നായം പോലെ എൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടു. അല്പം സമയം കഴിഞ്ഞാൽ വാക്കത്തിക്കാരിൽ അപരൻ മുറിവുകളാൽ വികൃതമായ എൻ്റെ വലത് കൈ മുട്ടുഭാഗത്ത് പിടിച്ച് ടാർ റോഡിൽ ചേർത്ത് വെച്ച് മഴു പിടിച്ചയാൽ കൈത്തണ്ടയുടെ മധ്യഭാഗത്ത് 2 ഇഞ്ച് അകലത്തിൽ വിപരീത ദിശയിൽ ചരിച്ച് 2 വെട്ടുവെട്ടി. 2 അസ്ഥികൾ മുറിഞ്ഞ് കൈത്തണ്ട 1/4 ഭാഗം വറ്റു. പിന്നീട് കൈക്കുഴയോട് ചേർന്ന് പലതവണ വെട്ടി. അവർ എൻ്റെ വലത് കൈപ്പത്തി മുറിച്ചു മാറ്റി. ഇത് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു മത നീതി നടപ്പിലാക്കുന്ന ഒരു രംഗം. നമ്മുടെ ജോസഫ് മാഷിൻ്റെ കൈവെട്ടുന്ന ഒരു സംഭവം അദ്ദേഹത്തിൻ്റെ തന്നെ അറ്റുതൂങ്ങിയ കൈപ്പത്തികൾ എന്ന അദ്ദേഹത്തിൻ്റെ തന്നെ പുസ്തകത്തിലെ ഒരു ഭാഗമാണ് ഞാനിവിടെ വായിച്ചത്. ഇത് വളരെ കൃത്യമായി എങ്ങനെയാണ് ഒരു മത നിയമം മറ്റൊരാളിൽ നടപ്പിലാക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ ഒരു വിവരണമാണ്. ഈ ക്രിമിനൽ പ്രവർത്തനം നമ്മുടെ നാട്ടിൽ ഒത്തിരി കുറ്റകൃത്യങ്ങൾ ഇതുവരെ നടക്കാറുണ്ട്. രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കാറുണ്ട്. മറ്റ് പലതരത്തിലുള്ള ഗുണ്ടാസംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ നടക്കാറുണ്ട്. പക്ഷേ ലോകത്തെവിടെയും ഒരേ നിലയിൽ ഒരേ മോഡസ് ഓപ്പറാൻഡി നടപ്പിലാക്കുന്ന ഒരു കുറ്റകൃത്യം, അതിൻ്റെ
ആ ഒരു വിവരണം അത് തികച്ചും മതസാഹിത്യത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. വലത് കൈപ്പത്തിയും ഇടത് കാലും, അതും എതിർദിശയിൽ മുറിച്ച് കളയുക എന്ന അവരുടെ മതശാസന കൃത്യമായി നടപ്പിലാക്കുകയാണ്. കൈ മാറിപ്പോകുമ്പോൾ ആ കൈയല്ല മുറിക്കേണ്ടതെന്ന് സൂചന കൊടുത്ത് മുറിക്കേണ്ട കൈ തന്നെ മുറിച്ചു മാറ്റുക. അപ്പോൾ കൃത്യമായി മതത്തിൽ പറഞ്ഞിരിക്കുന്ന, മതസാഹിത്യത്തിൽ പറഞ്ഞിരിക്കുന്ന മതത്തിൻ്റെ നിയമം കൃത്യമായി നടപ്പിലാക്കുന്ന ഒരു ദൃശ്യമാണ് അദ്ദേഹത്തിൻ്റെ തന്നെ വിവരണത്തിൽ, അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഇതിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഈ അടുത്ത കാലത്ത്, ഒരുപാട് ദൂരേക്കൊന്നും നമ്മൾ പോകുന്നില്ല, ഈ അടുത്ത കാലത്ത് ഫ്രാൻസിൽ നടന്നിട്ടുള്ള ആക്രമണത്തിൻ്റെ ഒരു ചിത്രമാണിത്. അവിടെയും നടന്നത് തന്നെയാണ്. AK-47 അടക്കമുള്ള വളരെ ആധുനികമായിട്ടുള്ള ആയുധങ്ങൾ ഒരാളെ കൊല്ലാൻ ലഭ്യമാണ്. അത് കയ്യിൽ വെച്ചുകൊണ്ട്, അതുകൊണ്ട് കൊല്ലാതെ കഠാര കൊണ്ടോ ഇല്ലെങ്കിൽ വാള് കൊണ്ടോ കഴുത്തറുത്താണ് മനുഷ്യനെ കൊല്ലുന്നത്. അഥവാ കൊന്നുകഴിഞ്ഞാൽ, കൊന്നതിന് ശേഷവും അവൻ്റെ കഴുത്തോ കൈകളോ ഭേദിക്കപ്പെട്ട് മാറ്റുക എന്നുള്ളതാണ് മതത്തിലെ സാഹിത്യാധിഷ്ഠിതമായിട്ടുള്ള മതനീതി. അതനുസരിച്ചുള്ള ശിക്ഷാകർമ്മം. അതാണ് ഇവിടെ ഇസ്ലാമിസ്റ്റുകൾ നമ്മുടെ ജോസഫ് മാഷിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ ഫ്രാൻസിലെ അറ്റാക്കിൻ്റെ കാര്യത്തിലും നടപ്പിലാക്കിയത്. അതുപോലെ തന്നെയാണ് 50 പേരുടെ തലവെട്ടുന്ന സംഭവം ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായി. അവിടെയും നടപ്പിലാക്കിയത് ഈ ക്രൂരമായ ഗോത്രനീതിയാണ്. ഒരു ശിക്ഷ വിധിക്കുന്നെങ്കിൽ പോലും അത് വളരെ ഗോത്രീയമായിരിക്കണം. ഇരുമ്പ് എത്തിച്ചിരിക്കുന്നത് യുദ്ധം ചെയ്യാനാണെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇരുമ്പ് ദൈവം എത്തിച്ചിരിക്കുന്നത് യുദ്ധം ചെയ്യാനാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുമ്പോൾ നിങ്ങൾ ഇരുമ്പ് ഉപയോഗിച്ച് യുദ്ധം ചെയ്യണം. ആ വാള് പണിത് ആ വാള് കൊണ്ട് തന്നെ ഇരയെ വകവരുത്തണം. ഇത് കൃത്യമായ മതശാസനയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൻപുറത്തെ ചില കള്ളന്മാരുണ്ട്, ചില കൊലപാതകികളുണ്ട്, സീരിയൽ കില്ലർമാരുണ്ട്. ഇവർക്കൊക്കെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു മോഡസ് ഓപ്പറാൻഡി ഉണ്ടാവും. പ്രത്യേക തരത്തിൽ ഒരു കുറ്റം ചെയ്യുന്നതിന് ഒരു പ്രത്യേകത ഉണ്ടാവും. അങ്ങനെ ലോകത്തിൽ കുറ്റം ചെയ്യുന്നതിന് മാത്രം ഒരു പ്രത്യേക മോഡസ് ഓപ്പറാൻഡിയുള്ള കുറ്റകൃത്യങ്ങളാണ് മത കുറ്റകൃത്യങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനമാണ് ഇസ്ലാമിലെ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ. അത് ഖുറാനിൽ തന്നെ വളരെ വ്യക്തമായി ഇതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഖുറാൻ പറയുന്നുണ്ട്, 5-ാം അധ്യായത്തിൽ 33-ാമത്തെ സൂക്തത്തിൽ ഖുറാൻ പറയുന്നത്, അള്ളാഹുവിനോടും അവൻ്റെ ദൂതനോടും പോരാടുകയും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം അവർ കൊന്നൊടുക്കപ്പെടുകയോ ക്രൂശിക്കപ്പെടുകയോ അവരുടെ കൈകളും കാലുകളും എതിർദിശകളിലായി നിന്നായി മുറിച്ച് കളയപ്പെടുകയോ നാട് കടത്തപ്പെടുകയോ ചെയ്യുക മാത്രമാകുന്നു. അതവർക്ക് ഇഹലോകത്തിലുള്ള അപമാനമാകുന്നു, പരലോകത്ത് അവർക്ക് കനത്ത ശിക്ഷയുണ്ടാവും. ഇത് ഖുറാൻ പറയുന്നതാണ്. അപ്പം ഞാൻ ഇത് പറയാൻ തുടങ്ങുമ്പോൾ തന്നെ ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള ആളുകളുടെ സ്ഥിരം ഒരു വാദഗതിയുണ്ട്. ഇതെല്ലാം യുദ്ധസന്ദർഭങ്ങളിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ആയത്തുകളാണ്, നിങ്ങൾ അതിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ടാണ് ഇത്തരം ആയത്തുകൾ കൊണ്ടുവരുന്നത്, തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ഇസ്ലാമിന് ഭീകരവാദവുമായി യാതൊരു ബന്ധവുമില്ല എന്നൊക്കെയുള്ള ക്ലീശേ കുറേ ഡയലോഗുകളാണ് ഇതിനെതിരായി വർഷങ്ങളായി ഇത്തരം സാധനങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ, ഇത്തരം മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള ആയത്തുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇസ്ലാമിസ്റ്റുകൾ നിരത്തുന്നത്. പക്ഷേ ഖുറാൻ എന്താണ് പറയുന്നത്? ഖുറാൻ പറയുന്നത് 2-ാം അധ്യായത്തിൽ 2-ാമത്തെ വാക്യത്തിൽ ഖുറാൻ പറയുന്നു, ഇതാകുന്നു ഗ്രന്ഥം, അതിൽ സംശയമേ ഇല്ല, സൂക്ഷ്മത പാലിക്കുന്നവർക്ക് നേർവഴി കാണിക്കുന്നതാണ് അത് എന്ന് വളരെ കൃത്യമായി ഖുറാൻ പറയുന്നു. ഖുറാനിലെ ഓരോ വാക്കും ഓരോ വാചകവും ഓരോ അക്ഷരവും കുത്തും കോമയും പോലും മാറ്റാൻ പാടില്ല എന്ന വളരെ വലിയ ശാസനയാണ് ഖുറാൻ 2-ാം അധ്യായത്തിലെ 2-ാം വാക്യത്തിലൂടെ നൽകുന്നത്. നിനക്കും നിന്റെ മുൻഗാമികൾക്കും നൽകപ്പെട്ട സന്ദേശത്തിൽ വിശ്വസിക്കുകയും പരലോകത്തിൽ ദൃഢമായി വിശ്വസിക്കുകയും ചെയ്യുന്നവരത്രേ അവർ, സൂക്ഷ്മത പാലിക്കുന്നവർ. ഇവിടെ വളരെ കൃത്യമായി ഖുറാൻ പറയുന്നുണ്ട്, നിനക്കും നിന്റെ മുൻഗാമികൾക്കും. നിനക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇന്നത്തെ കാലഘട്ടത്തിലെ വിശ്വാസികൾക്ക് നിന്റെ മുൻഗാമികൾക്കും, അതായത് ഖുർആൻ ഇറക്കപ്പെട്ട ആ കാലയളവിലെ വിശ്വാസികൾക്കും നൽകപ്പെട്ട സന്ദേശത്തിൽ വിശ്വസിക്കുകയും അത് നിനക്കായിട്ടും നിന്റെ മുൻഗാമികളായിട്ടും ഇറക്കപ്പെട്ടിട്ടുള്ള സന്ദേശമാണ്. പരലോകത്തിൽ ദൃഢമായി വിശ്വസിക്കുകയും ചെയ്യുന്നവരത്രേ സൂക്ഷ്മത പാലിക്കുന്നവർ എന്ന് ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതായത് ഖുർആനിലെ ഒരു ആയത്ത് പോലും സന്ദർഭത്തിൽ നിന്ന് അടർത്തിമാറ്റി അല്ല, അത് അതേപടി പ്രയോഗിക്കണം എന്ന് വളരെ കൃത്യമായി ഖുർആൻ പറയുന്നുണ്ട്. 24-ാം അധ്യായത്തിൽ 1-ാം വാക്ക്, നാം അവതരിപ്പിക്കുകയും നിയമമാക്കി വെക്കുകയും ചെയ്തിട്ടുള്ള ഒരു അധ്യായം അത്ര ഇത്. നിങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ നാം ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നു. അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ആലോചിച്ച് മനസ്സിലാക്കുന്നതിന് നിയമമാക്കി വെച്ചിട്ടുണ്ട് എന്നാണ് ഖുർആനിൽ 24-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ ഖുർആൻ ദൈവം ആയത്തിറക്കിയിരിക്കുന്നത്. അപ്പോൾ വളരെ കൃത്യമാണ്. ഈ ആയത്തുകളൊക്കെ എൽക്കാലവും തുടർന്നു പോകേണ്ട ആയത്തുകൾ തന്നെയാണ്. സന്ദർഭത്തിൽ നിന്ന് അടർത്തു മാറ്റി എന്നുള്ള വാദമൊന്നും ഇവിടെ നിലനിൽക്കില്ല. കാരണം ഖുർആൻ എന്ന് പറയുന്നത് മുഹമ്മദിൻ്റെ പ്രവാചക കാലഘട്ടത്തിൽ പലതരത്തിലുള്ള സന്ദർഭാനുസരണം ഇറക്കപ്പെട്ട ആയത്തുകളാണ്. അതിനകത്ത് ഓരോ സന്ദർഭത്തിലും ഒരുപാട് 111 പോലെയൊക്കെയുള്ള ചില സൂറകളിൽ നമുക്ക് കാണാൻ കഴിയും. മുഹമ്മദിൻ്റെ കുടുംബ വഴക്ക് വരെ തീർക്കുന്ന ദൈവത്തെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഓരോ ആയത്തുകളും ഇറക്കിയിരിക്കുന്നത് ആ കാലത്തെ സന്ദർഭത്തിനനുസരിച്ചാണ്. അപ്പോൾ അതിൽ നിന്ന് അടർത്തി മാറ്റുക എന്ന് പറയുന്നത് എല്ലാം അത് തന്നെയാണ്. അപ്പോൾ ഒന്നും വ്യത്യസ്തമായി നടത്തി മാറ്റാൻ കഴിയില്ല. ഇപ്പോൾ പർദ്ദയുടെ ആയത്തായാലും പർദ്ദ ഇടുന്നതിനെ കുറിച്ചുള്ള ആയത്തായാലും അതൊക്കെ ഓരോ സന്ദർഭത്തിൽ ഇറക്കപ്പെട്ട ആയത്തുകൾ എന്ന് വിശ്വസിപ്പിക്കുന്ന ആയത്തുകളാണ്. അപ്പോൾ ഇതൊരിക്കലും സന്ദർഭത്തിൽ നിന്ന് ഖുർആനെ അടർത്തി മാറ്റാനോ ഇല്ലെങ്കിൽ എല്ലാ സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റാനോ കഴിയുകയുള്ളൂ. അപ്പോൾ ഈ കൃത്യമായി ഈ പറയുന്ന ആയത്തുകൾ ഇന്നത്തെ സന്ദർഭത്തിൽ നിങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നു എന്നാണ് ഖുർആനിലെ ദൈവം വളരെ കൃത്യമായി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു സന്ദർഭോചിതമായി നിങ്ങൾ ഇസ്ലാമിനെ ആക്രമിക്കുന്നതിനും ഭീകരവാദമാണ് ഇസ്ലാം, ഞങ്ങളുടെ മതം സമാധാന മതമാണ് എന്ന് വാദിക്കുന്നതിനും വേണ്ടി അത്തരമൊരു വാദം ഉയർത്തിക്കൊണ്ടുവരേണ്ടതില്ല എന്നാണ് തോന്നുന്നത്. അതുപോലെ വളരെ കൃത്യമായി പറയുന്നുണ്ട് ഖുർആനിൽ 8-ാം അധ്യായത്തിൽ 39-ാമത്തെ വാക്യത്തിൽ, ഫിത്ന ഇല്ലാതാവുകയും മതം മുഴുവൻ അള്ളാഹുവിന് വേണ്ടിയാവുകയും ചെയ്യുന്നത് വരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുക. ഇനി അവർ വിരമിക്കുന്ന പക്ഷം അവർ പ്രവർത്തിക്കുന്നതെല്ലാം അള്ളാഹു കണ്ടറിയുന്നതാണ്. എന്താണ് ഫിത്ന? ഫിത്ന എന്ന് പറയുന്നത് അവിശ്വാസവും ബഹുദൈവ വിശ്വാസവുമാണ്. അപ്പോൾ ലോകത്ത് അവിശ്വാസവും ബഹുദൈവ വിശ്വാസവും ഇല്ലാതാകുന്നത് വരെ യുദ്ധം ചെയ്യാനാണ് ഖുർആൻ ആഹ്വാനം ചെയ്യുന്നത്. അത്തരം സന്ദർഭങ്ങൾ എവിടെ വരുന്നോ അവിടെയെല്ലാം തന്നെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഖുർആനിലെ ദൈവവും ആഹ്വാനം ചെയ്യുന്നത് 8:39 എന്ന് പറയുന്ന വാക്യത്തിൽ. അപ്പോൾ ഇതൊന്നും എല്ലാ കാലവും നിലനിൽക്കുന്നതാണ് എന്നുള്ളതിൻ്റെ കൃത്യമായ തെളിവാണത്. അള്ളാഹുവിനോടും അവൻ്റെ ദൂതനോടും പോരാടുകയും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം അവർ കൊന്നെടുക്കപ്പെടുകയോ പോഷിക്കപ്പെടുകയോ അവരുടെ കൈകാലുകളും എതിർ വശങ്ങളിലായി മുറിച്ച് കളയപ്പെടുകയോ നാട് കടത്തപ്പെടുകയോ ചെയ്യുക മാത്രമാണ്. ഇതൊന്നും നടക്കുന്നുണ്ട്. പാകിസ്ഥാനിലെ മതനിന്ദ ആരോപിക്കപ്പെട്ട ഒരു സ്ത്രീ അവരെ അതിൽ നിന്ന് ഒഴിവാക്കിയതിന് ശേഷം, വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയതിന് ശേഷം അവരെ നാട് കടത്തുകയാണ് ഉണ്ടായത്. അപ്പോൾ കൃത്യമായി ഈ നിയമങ്ങൾ ഇന്നും പാലിച്ചു വരുന്നുണ്ട്, കൃത്യമായി നടപ്പിലാക്കി വരുന്നുണ്ട്. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുകയും അവനിലേക്ക് അടുക്കുവാനുള്ള മാർഗം തേടുകയും അവൻ്റെ മാർഗത്തിൽ സമരം ഏർപ്പെടുകയും അതുവഴി നിങ്ങൾക്ക് വിജയം പ്രാപിക്കാമെന്ന് 5-ാം അധ്യായത്തിൽ 35-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവെങ്കിൽ സൂക്ഷിക്കുകയും അവനിലേക്ക് അടുക്കുവാനുള്ള മാർഗം തേടുകയും, അവനിലേക്ക് അടുക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് യുദ്ധം ചെയ്യലാണ്. വിശ്വസിക്കുകയും സ്വദേശം വിടുകയും തങ്ങളുടെ സ്വത്തുക്കളും ശരീരങ്ങളും കൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം നടത്തുകയും ചെയ്തവർ അള്ളാഹുവിൽ ഏറ്റവും മഹത്തരമായ പദവിയുള്ളവരാണ്. അവർ തന്നെയാണ്
വിജയം പ്രാപിച്ചവർ. നമ്മുടെ സമൂഹം എങ്ങനെയാണ്, ഒരു മതം ഇല്ലെങ്കിൽ ഒരു സംഘടന എങ്ങനെയാണ് അക്രമോത്സുകമായ ഒരു സംഘടനയായിട്ട് മാറുന്നത്? എന്തുകൊണ്ടാണ് മാവോയിസ്റ്റുകൾ ഇന്നും കാട്ടിൽ പൊതുസമൂഹത്തിനെതിരെ, ജനാധിപത്യ സംവിധാനങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ഇസ്ലാമിക രാജ്യങ്ങളിൽ പല സ്ഥലങ്ങളിലും, ഇപ്പോൾ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും അവിടുത്തെ ഭരണകൂടങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുന്നത്? ഇതെല്ലാം ചെയ്യുന്നതെന്ന് പറയുന്നത് ആ പ്രത്യയശാസ്ത്രത്തിലുള്ള അക്രമോത്സുകതയാണ്. അങ്ങനെ അടിമുടി അക്രമോത്സുകത നിറഞ്ഞ ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരായിട്ടും ഭാഗമായിട്ടും നിൽക്കുന്നവരിൽ കൃത്യമായി ആ അക്രമോത്സുകത നമുക്ക് കാണാൻ കഴിയും. ഖുറാനിൽ ഏതാണ്ട് 150-150ഓളം ആയത്തുകൾ, വിവിധ സൂറകളിൽ ഉള്ള 150-150ഓളം ആയത്തുകൾ എന്ന് പറയുന്നത് ഇത്തരം ആക്രമണത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇത്തരം ആക്രമണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രം ഉള്ള ഒരു പുസ്തകത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ സ്വാഭാവികമായും അക്രമോത്സുകത പ്രകടിപ്പിക്കും. അത് തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുകയും സ്വദേശം വിടുകയും തങ്ങളുടെ സ്വത്തുക്കളും ശരീരങ്ങളും കൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം നടത്തുകയും ചെയ്തവർ അള്ളാഹുവിൽ ഏറ്റവും മഹത്തായ പദവിയുള്ളവരാണ്. അതായത് സ്വദേശം വെടിഞ്ഞ് ശരീരങ്ങൾ കൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം നടത്തുക. എന്താ പറയുന്നത്? ശരീരം കൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം നടത്തുക എന്ന് പറയുന്നത് കൃത്യമായ യുദ്ധം ചെയ്ത് പദവി കൈയടക്കുക എന്നുള്ളതാണ്. വേദം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിൽ അള്ളാഹുവെങ്കിലും അന്ത്യദിനത്തിലും വിശ്വസിക്കാതിരിക്കുകയും അള്ളാഹു അവൻ്റെ ദൂതനിൽ നിഷിദ്ധമാക്കിയത് നിഷിദ്ധമായി ഗണിക്കാതിരിക്കുകയും സത്യമതത്തെ മതമായി സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നവരോട് നിങ്ങൾ യുദ്ധം ചെയ്തു കൊള്ളുക, അവർ കീഴടങ്ങി കയ്യോടെ കപ്പം കൊടുക്കുന്നത് വരെ എന്നാണ് ഖുറാനിലെ 9-ാമത്തെ അധ്യായത്തിൽ 29-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. അതായത് സത്യമതത്തെ സത്യമതമായി ഗണിച്ച് അത് സ്വീകരിക്കാത്തവർ, അപ്പോൾ ഇസ്ലാം മതം എന്നതിനേക്കാൾ ഉപരിയായി ഒരു രാഷ്ട്രീയം കൂടാണ്. മതരാഷ്ട്രവാദം. മൗദൂദിയുടെ മതരാഷ്ട്രവാദത്തെ കുറിച്ചിട്ട് നമ്മൾ മൗദൂദിയുടെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം. വളരെ കൃത്യമായ മതരാഷ്ട്രവാദമാണ്. ലോകം മുഴുവൻ ഒരു ഒറ്റ ദൈവത്തിൻ്റെ കീഴിൽ വരണമെന്നും അതൊരു ഖലീഫയുടെ കീഴിൽ ഒരു ഖിലാഫത്തായി മാറണമെന്നുമുള്ള കൃത്യമായ രാഷ്ട്രീയമാണ് ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം പോലെ തന്നെ ഇസ്ലാമിക പ്രത്യയശാസ്ത്രവും. അപ്പോൾ അതിൽ അങ്ങനെ ആ സത്യമതത്തിലേക്ക് വരാത്ത ആളുകളെ നിങ്ങൾ അവർക്കെതിരായി യുദ്ധം ചെയ്തു കൊള്ളുക, അവർ കീഴടങ്ങിക്കൊണ്ട് കയ്യോടെ കപ്പം കൊടുക്കുന്നതുവരെ, ഒന്നെങ്കിൽ കപ്പം കൊടുത്ത് ജീവിക്കണം. മതത്തിൽ വിശ്വസിക്കാത്ത ആളുകൾ, പണ്ട് കാലത്ത് അങ്ങനെ രാജാവിൻ്റെ മതം സ്വീകരിക്കാത്ത ആളുകൾ രാജാവിന് കപ്പം കൊടുത്ത് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. അപ്പോൾ ലോകത്തെമ്പാടുമുള്ള ആളുകൾ ഒന്നെങ്കിൽ ഇസ്ലാം സ്വീകരിക്കണം, അല്ലെങ്കിൽ കയ്യോടെ കപ്പം കൊടുക്കണം. ഇത് കൃത്യമായി ഖുറാനിൽ എഴുതപ്പെട്ടിട്ടുള്ള വാക്യമാണ്. തീർച്ചയായും സത്യവിശ്വാസികളുടെ പക്കൽ നിന്നും അവർക്ക് സ്വർഗമുണ്ടായിരിക്കുക എന്നതിനു പകരമായി അവരുടെ ദേഹങ്ങളും അവരുടെ ധനവും അള്ളാഹു വാങ്ങിയിരിക്കുന്നു. അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നു. അങ്ങനെ അവർ കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ അവർ സ്വർഗാവകാശികളാവുന്നു. തൗറാത്തിലും ഇൻജീലിലും ഖുറാനിലും മേൽ ബാധ്യതയായി അള്ളാഹു പ്രഖ്യാപിച്ച സത്യവാഗ്ദാനം അത്രയത്. അള്ളാഹുവൊക്കെയുള്ള അധികം തൻ്റെ കരാർ നിറവേറ്റുന്നവനായി ആരുണ്ട്? അതിനാൽ നിങ്ങൾ അള്ളാഹുവുമായി നടത്തിയിട്ടുള്ള ഇടപാടിൽ സന്തോഷം കൊള്ളുവിൻ, അതുതന്നെയാണ് മഹത്തായ ഭാഗ്യം. 9-ാം അധ്യായത്തിൽ 111-ാമത്തെ വാചകത്തിൽ ദൈവം ആളുകളോട് ആഹ്വാനം ചെയ്യുകയാണ്. സത്യവിശ്വാസികളെ, നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന സത്യനിഷേധികളോട് നിങ്ങൾ യുദ്ധം ചെയ്യുക. അവർ നിങ്ങളിൽ സൂക്ഷ്മത കണ്ടെത്തണം. അള്ളാഹു സൂക്ഷ്മത പാലിക്കുന്നവരോടൊപ്പമാണ്. നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുക. നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന സത്യനിഷേധികളായിട്ടുള്ള ആളുകളോട് യുദ്ധം ചെയ്യുകയും അവരിൽ രൂക്ഷത കണ്ടെത്തുകയും ചെയ്യണമെന്നാണ് ഒരു ദൈവം പറയുന്നത്. അപ്പോൾ ലോകം മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഒരു ദൈവം, ആ ദൈവത്തിൽ വിശ്വസിക്കാത്തത് കൊണ്ട് തന്നെ ആ ദൈവത്തിൻ്റെ അനുയായികളോട് തന്നിൽ വിശ്വസിക്കാത്ത ഒരു ജനതക്കെതിരായിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്യുന്നതാണ് 9-ാം അധ്യായത്തിലെ 123-ാമത്തെ വാക്യം. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്വദേശം വെടിഞ്ഞ ശേഷം കൊല്ലപ്പെടുകയോ മരിക്കുകയോ ചെയ്തവർക്ക് തീർച്ചയായും അള്ളാഹു ഉത്തമമായ ഉപജീവനം നൽകുന്നതാണ്.
തീർച്ചയായും അള്ളാഹു തന്നെയാണ് ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമൻ. ഇപ്പം നമ്മുടെ നാട്ടിൻ പുറത്തുനിന്ന് ഒത്തിരി പേര് സിറിയ പോലുള്ള സ്ഥലങ്ങളിലേക്ക് ജിഹാദിനായി പുറപ്പെടുന്നുണ്ട്. വലിയ ലിസ്റ്റാണ് നമ്മുടെ പോലീസിൻ്റെ കയ്യിലും ക്രൈംബ്രാഞ്ചിൻ്റെ കയ്യിലും ഉള്ളത്. എന്തുകൊണ്ടാണ് പോകുന്നത്? പോകുന്നതിൻ്റെ കാരണം ഇതാണ്. 22-ാമത്തെ അധ്യായത്തിൽ 58-ാമത്തെ വാക്യത്തിൽ കൃത്യമായി അള്ളാഹു പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്വദേശം വെടിഞ്ഞ ശേഷം കൊല്ലപ്പെടുകയോ. അതായത് ഇവിടെ നിന്ന്, കേരളത്തിൽ നിന്നായാലും എവിടെ നിന്നായാലും ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നായാലും നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി യുദ്ധം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവർക്ക് ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമൻ എന്നാണ് 22-ാമത്തെ വാക്യത്തിൽ 22-ാമത്തെ സൂറയിൽ 58-ാമത്തെ വാക്യത്തിൽ അള്ളാഹു പറയുന്നത്. സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ചില പുരുഷന്മാരുണ്ട്, അതൊരു കാര്യത്തിൽ അള്ളാഹുവിനോട് അവർ ഉടമ്പടി ചെയ്യുവോ അതിൽ അവർ സത്യസന്ധത പുലർത്തി, അങ്ങനെ അവരിൽ ചിലർ രക്തസാക്ഷിത്വത്തിലൂടെ തങ്ങളുടെ പ്രതിജ്ഞ നിറവേറ്റി, അവരിൽ ചിലർ അത് കാത്തിരിക്കുന്നു, അവർക്ക് ഉടമ്പടിക്ക് യാതൊരുവിധ മാറ്റവും വരുത്തിയിട്ടില്ല. 33:23. അതായത് രക്തസാക്ഷിയാക്കപ്പെട്ടാലും, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിയാക്കപ്പെട്ടാലും അവർക്ക് അതിനുള്ള പരിഹാരം അള്ളാഹു നൽകുമെന്ന് 33-ാമത്തെ അധ്യായത്തിൽ 23-ാമത്തെ വാക്കിൽ അള്ളാഹു പറയുന്നുണ്ട്. നബിയെ സത്യനിഷേധികളോടും കപടവിശ്വാസികളോടും സമരം ചെയ്യുകയും അവരോട് പരുഷമായി പെരുമാറുകയും ചെയ്യുക. അവർക്കുള്ള സങ്കേതം നരകമത്രേ, ചെന്നു ചേരാനുള്ള ആ സ്ഥലം വളരെ ചീത്ത തന്നെ. 9-ാം അധ്യായത്തിൽ 73-ാമത്തെ വാക്കിൽ പറയുന്നു. ആകയാൽ സത്യനിഷേധികളുമായി നിങ്ങൾ ഏറ്റുമുട്ടിയാൽ നിങ്ങൾ പിരടികളിൽ വെട്ടുക. അങ്ങനെ അവരെ നിങ്ങൾ അമർച്ച ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അവരെ ശക്തിയായി ബന്ധിക്കുക. അതിനുശേഷം അവരോട് ദാക്ഷിണ്യം കാണിക്കുകയോ അല്ലെങ്കിൽ മോചനമൂല്യം വാങ്ങി വിട്ടയക്കുകയോ ചെയ്യുക. യുദ്ധം അതിൻ്റെ ഭാരങ്ങൾ ഇറക്കി വെക്കുന്നതുവരെ അത്രയത്. അതാണ് യുദ്ധത്തിൻ്റെ മുറ. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവരുടെ നേരെ അവൻ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമായിരുന്നു. പക്ഷേ നിങ്ങളിൽ ചിലരെ മറ്റു ചിലരെ കൊണ്ട് പരീക്ഷിക്കേണ്ടതായിട്ടാകുന്നു ഇത്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെടുന്നവരത്രേ അള്ളാഹുവിൻ്റെ കർമ്മങ്ങളിൽ പാഴാക്കുകയില്ല. അതായത് ദൈവത്തിന് വേണമെങ്കിൽ ഇവരെല്ലാം ശിക്ഷിക്കാമായിരുന്നു. നിങ്ങൾ കൊന്ന ആളുകളെ ഇല്ലെങ്കിൽ യുദ്ധത്തിൽ ഇറങ്ങി യുദ്ധം വെട്ടി ദൈവത്തിന് വേണ്ടി ഇതെല്ലാം ചെയ്യാമായിരുന്നു. പക്ഷേ നിങ്ങളെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ്, നിങ്ങൾക്ക് സ്വർഗം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ടിക്കറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഖുറാനിലെ ദൈവം ഇത്തരത്തിൽ ഒരായത്തിറക്കിയിരിക്കുന്നതെന്ന് ഖുറാനിലെ ദൈവം ഖുറാനിൽ കൂടെ തന്നെ പറഞ്ഞിരിക്കുന്നു. 47-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നതാണ്. നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെടുകയോ മരണപ്പെടുകയോ ചെയ്യുന്ന പക്ഷം അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന പാപമോചനവും കാരുണ്യവുമാണ് അവർ ശേഖരിച്ചു വെക്കുന്നതിനേക്കെല്ലാം ഗുണകരമായിട്ടുള്ളത്. നിങ്ങൾ മരണപ്പെടുകയാണെങ്കിലും കൊല്ലപ്പെടുകയാണെങ്കിലും തീർച്ചയായും അള്ളാഹുവിലേക്ക് തന്നെയാണ് നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്. അപ്പോൾ കൊന്നു കഴിഞ്ഞാൽ സ്വർഗം, ഒരു യുദ്ധത്തിൽ ഒരു സാധാരണക്കാരനെ, ബഹുദൈവ വിശ്വാസിയെ ഇല്ലെങ്കിൽ ഇസ്ലാമിന് എതിരായി ഒരു വിശ്വാസം പുലർത്തുന്നവനെ കൊന്നു കഴിഞ്ഞാൽ അത് സ്വർഗമാണ്. അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ പോരാട്ടങ്ങളുടെ ഭാഗമായിട്ട്, യുദ്ധങ്ങളുടെ ഭാഗമായിട്ട് മരിച്ചാലും അവിടെയും നിങ്ങൾക്ക് സ്വർഗം ലഭിക്കും എന്നാണ് ഖുറാനിലെ ദൈവം വിശ്വാസികളോട് ആഹ്വാനം ചെയ്യുന്നത്. അള്ളാഹുവെങ്കിലും അവൻ്റെ ദൂതനിലും വിശ്വസിക്കുകയും പിന്നീട് സംശയിക്കാതിരിക്കുകയും തങ്ങളുടെ സ്വത്തുക്കളും ശരീരങ്ങളും കൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നടത്തുകയും ചെയ്യുന്നവരാരോ അവർ മാത്രമാകുന്നു സത്യവിശ്വാസികൾ, അവർ തന്നെയാകുന്നു സത്യവാന്മാർ. അപ്പോൾ നമ്മുടെ നാട്ടിൻപുറത്ത് ഇപ്പോൾ പലതരത്തിലുള്ള ആക്രമണങ്ങൾ വരുമ്പോൾ, ഈ ഇസ്ലാമിസ്റ്റുകളുടെ പല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആക്രമണങ്ങൾ, അതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ വരുമ്പോൾ നമ്മുടെ പ്രദേശത്തെ വിശ്വാസികൾ പറയാറുള്ളതാണ്, ഇതല്ല വിശ്വാസം, ഞങ്ങളുടെ വിശ്വാസം ഇതല്ല, ഇത് ഞങ്ങളുടെ ഇസ്ലാമല്ല എന്ന് വിലപിക്കുന്നവർ ഈ 49:15 എന്ന് പറയുന്ന ആ വാക്യം, 49-ാം അധ്യായത്തിൽ 15-ാമത്തെ വാക്യം കൃത്യമായി വായിക്കണം. അള്ളാഹു പറയുന്നു, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം നടത്തുകയും ചെയ്തവരാരോ അവർ മാത്രമാകുന്നു സത്യവിശ്വാസികൾ. അപ്പോൾ ISIS-ഉം അതുപോലുള്ള തീവ്രവാദ സംഘടനകളും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹു കൊടുത്ത ശരീരം കൊണ്ട് യുദ്ധം ചെയ്തിട്ടുണ്ടെങ്കിൽ, അള്ളാഹുവിൻ്റെ ദീൻ വ്യാപിപ്പിക്കാൻ, മതം വ്യാപിപ്പിക്കാൻ യുദ്ധം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ മാത്രമാകുന്നു സത്യവിശ്വാസികൾ, സത്യവാന്മാർ എന്ന് വളരെ കൃത്യമായി
49-ാമത്തെ അധ്യായത്തിൽ 15-ാമത്തെ വാക്യത്തിൽ പറയുന്നു. അപ്പോൾ ഇവിടെ പലപ്പോഴും ചർച്ചയിൽ പങ്കെടുക്കുന്നവർ കണ്ടിട്ടുണ്ട്. ചില ആളുകൾ പറയാറുണ്ട്, ഇന്ത്യയിലുള്ളവരൊന്നും ഇസ്ലാമിസ്റ്റുകളല്ല, മിതവിശ്വാസികൾ ഇസ്ലാമിസ്റ്റുകളല്ല, ദൈവം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതേപടി നടപ്പിലാക്കുന്ന കൃത്യമായ മതശാസനകളും കൃത്യമായ മതസാഹിത്യങ്ങളും അതേപടി പിന്തുടരുന്നവർ മാത്രമാണ് വിശ്വാസികളെന്ന് വിശ്വസിക്കുന്ന ഒട്ടനവധി പേരുണ്ട്. ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ അത്ര വളരെ മൈന്യൂട്ടായിട്ടുള്ള ആളുകൾ, വളരെ ന്യൂനപക്ഷം ആളുകളുണ്ട്. അവർ മാത്രമാണ് വിശ്വാസികളെന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ പർദ്ദയിട്ടാലോ 5 നേരം നിസ്കരിച്ചാലോ അത്യാവശ്യം ദീനനുസരിച്ച് നടന്നാലോ ഒന്നും വിശ്വാസിയാകുന്നില്ല, യഥാർത്ഥ വിശ്വാസിയാകുന്നില്ല. കല്ലുകൾ കൊണ്ട് സുദൃഢമായ സംയോജിപ്പിച്ച ഒരു മതിൽ പോലെ അണിചേർന്ന് നിന്നുകൊണ്ട് തൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവരെ തീർച്ചയായും അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നാണ് പറയുന്നത്. 61-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ വാക്യത്തിൽ വളരെ കൃത്യമായി ദൈവം പറയുന്നുണ്ട്. സത്യവിശ്വാസികളെ, അള്ളാഹു കോപിച്ചിട്ടുള്ള ഒരു ജനതയോട് നിങ്ങൾ മൈത്രിയിൽ ഏർപ്പെടരുത്. ഖബറുകളിലുള്ളവരെ സംബന്ധിച്ച് അവിശ്വാസികൾ നിരാശപ്പെട്ടതുപോലെ പരലോകത്തെപ്പറ്റി അവർ നിരാശപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. 60-ാം അധ്യായത്തിൽ 13-ാമത്തെ വാക്യം. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവരെ മരിച്ചുപോയവരായി നിങ്ങൾ ഗണിക്കരുത്. എന്നാൽ അവർ അവരുടെ രക്ഷാതാവിൻ്റെ അടുക്കൽ ജീവിച്ചിരുന്നവരാണ്, അവർക്ക് ഉപജീവനം നൽകപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മുടെയൊക്കെ വീട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിലേക്കൊക്കെ ഈ ആട് മേയ്ക്കാൻ, ഒട്ടകം മേയ്ക്കാനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളാരും വിഷമിക്കേണ്ട, അവർ മരിച്ചു കഴിഞ്ഞാലും വിഷമിക്കേണ്ട. നമ്മുടെ നാട്ടിലെ പള്ളികളിലൊക്കെ കണ്ടിട്ടില്ലേ, അവരാരും മതത്തിന് പുറത്താക്കാറില്ല. ഒന്ന് പൊട്ടുകുത്തിയാൽ, ഒന്ന് ഡാൻസ് കളിച്ചാൽ പുറത്താക്കുന്ന മതം, ഇല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു പുരുഷനെയോ സ്ത്രീയെയോ തിരഞ്ഞെടുക്കുന്ന മതം. ഒരിക്കലും ഒരു തരത്തിലും ഇത്തരക്കാരെ പുറത്താക്കാത്തതിൻ്റെ കാരണം ഇതാണ്. അവർ മരിച്ചു പോയതായി നിങ്ങൾ ഗണിക്കരുത്. ഇവിടുന്ന് നമ്മുടെ ദേശം വിട്ടൊക്കെ പോകുന്ന ആളുകൾ പലരും തിരിച്ചു വരാറില്ല, അവിടെ തന്നെ മരിച്ചു പോവുകയാണ് പതിവ്. മരണത്തിൻ്റെ വാർത്തയൊക്കെ വീടുകളിൽ അറിയിക്കുമ്പോൾ മാത്രമാണ് ഇവർ മരിച്ചു പോയെന്നും ഇവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആടുമേയ്ക്കാൻ പോയവരായിരുന്നു എന്നുമൊക്കെ നമ്മൾ അറിയുന്നത്. അപ്പോൾ അവരെ ഒന്നും മരിച്ചു പോയിട്ടില്ല, അവരെല്ലാം അള്ളാഹുവിൻ്റെ സവിധത്തിൽ വളരെ നല്ല സൗകര്യത്തിൽ ശീതള ഛായയുള്ള നല്ല വൃക്ഷങ്ങൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളിൽ അരുവികളിലൂടെ ഒഴുകുന്ന മദ്യവും കഴിച്ച് 1072 ഹൂറിമാരുമായി രമിച്ച് വളരെ കൃത്യമായ രീതിയിൽ ജീവിക്കുന്നു എന്നാണ് അള്ളാഹു ഇതിനകത്ത് കൃത്യമായി പറയുന്നത്. അപ്പോൾ യുദ്ധത്തിൽ പോയി കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളാരും വിഷമിക്കേണ്ട. നിങ്ങളുടെ അച്ഛനോ ഇല്ലെങ്കിൽ നിങ്ങളുടെ മകനോ ആര് കൊല്ലപ്പെട്ടാലും അതിൽ സന്തോഷിക്കുകയാണ് വേണ്ടത് എന്നാണ് ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. സത്യവിശ്വാസികളെ, നിങ്ങൾ ചില സത്യനിഷേധികളെപ്പോലെ ആകരുത്. തങ്ങളുടെ സഹോദരങ്ങൾ യാത്ര പോവുകയോ യോദ്ധാക്കളായി പുറപ്പെടുകയോ ചെയ്തിട്ട് മരണമടയുകയാണെങ്കിൽ അവർ പറയും, അവർ ഞങ്ങളുടെ അടുത്തായിരുന്നെങ്കിൽ മരണപ്പെടുകയോ കൊല്ലപ്പെടുകയോ ഇല്ലായിരുന്നു. അങ്ങനെ അള്ളാഹു അത് അവരുടെ മനസ്സുകളിൽ ഒരു ഖേദമായി വെക്കുന്നു. അള്ളാഹുവാണ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നത്. അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം കണ്ടറിയുന്നു അത്രേ. 3-ാം അധ്യായത്തിൽ 156-ാമത്തെ വാക്യത്തിൽ പറയുന്നു. നേരത്തെ ഞാൻ വിശദീകരിച്ചത് തന്നെയാണ്. നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും പോയി മരണത്തിൽപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു തരത്തിലും വിഷമിക്കേണ്ട. അതെല്ലാം ജീവൻ കൊടുക്കുന്നതും ജീവൻ എടുക്കുന്നതും എല്ലാം അള്ളാഹുവാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാർഗം അള്ളാഹു തന്നെ പ്രവർത്തിച്ച് കാണിക്കുന്നതാണ് എന്നാണ് പറയുന്നത്. സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് എന്തു പറ്റി? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരത്തിന് നിങ്ങൾ ഇറങ്ങിപ്പുറപ്പെട്ട് കൊള്ളുക എന്ന് നിങ്ങളോട് പറയപ്പെട്ടാൽ നിങ്ങൾ ഭൂമിയിലേക്ക് തൂങ്ങിക്കളയുന്നു. പരലോകത്തിന് പകരം ഇഹലോക ജീവിതം കൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെട്ടിരിക്കുകയാണോ? എന്നാൽ പരലോകത്തിൻ്റെ മുമ്പിൽ ഇഹലോക ജീവിതത്തിലെ സുഖാനുഭവം തുച്ഛം മാത്രമാകും. അപ്പോൾ പരലോക ജീവിതം ആണ് പ്രധാനം. ഇവിടെ ഇഹലോക ജീവിതത്തിന് യാതൊരു തരത്തിലുള്ള പ്രാധാന്യവുമില്ല എന്നാണ് അള്ളാഹു പറയുന്നത്. എല്ലാവരും സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റിന് വേണ്ടിയിട്ട് മത്സരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്തിനു വേണ്ടി, നിങ്ങൾക്ക് എന്തു പറ്റി എന്നാണ് ചോദിക്കുന്നത് വിശ്വാസികളോട്, സത്യവിശ്വാസികളോട് ചോദിക്കുന്നത്. നിങ്ങൾ ധർമ്മസമരത്തിന് നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടുകൊള്ളുക. നിങ്ങളോട് പറയാൻ
നിങ്ങളോട് പറയാൻ നിങ്ങൾ ഭൂമിയിലേക്ക് തൂങ്ങിക്കളയുന്നു. അതായത് ഭൂമിയിൽ തന്നെ ജീവിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം വരുന്നു. അതുകൊണ്ടാണ് മരിക്കാനും കൊല്ലാനും കൊല്ലപ്പെടാനും നിങ്ങൾ മടിച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് ഇഹലോക ജീവിതം എന്ന് പറയുന്നത് വളരെ തുച്ഛമായ ജീവിതമാണ്. പരലോക ജീവിതമാണ് ഏറ്റവും സുഖാനുഭവം ഉള്ള ജീവിതം എന്ന് കൃത്യമായി 9-ാമത്തെ അധ്യായത്തിൽ 38-ാമത്തെ വാക്കിൽ ഖുർആൻ പറയുന്നു. അപ്പോൾ അവരുടെ രക്ഷകർത്താവ് അവർക്ക് ഉത്തരം നൽകി, പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ നിങ്ങളിൽ നിന്നും പ്രവർത്തിക്കുന്ന ഒരാളുടെ പ്രവർത്തനം ഞാൻ നിഷ്ഫലമാക്കുകയില്ല. നിങ്ങൾ ഓരോ വിഭാഗവും മറ്റു വിഭാഗത്തിൽ നിന്ന് ഉത്ഭവിച്ചവരാകുന്നു. ആകയാൽ സ്വന്തം നാട് വിടുകയും സ്വന്തം വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെടുകയും എൻ്റെ മാർഗത്തിൽ മർദ്ദിക്കപ്പെടുകയും യുദ്ധത്തിൽ ഏർപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്തിട്ടുള്ളവരാരോ അവർക്ക് ഞാൻ അവരുടെ തിന്മകൾ മായ്ച്ചു കൊടുക്കുന്നതും താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗ പൂന്തോപ്പുകളിൽ അവരെ ഞാൻ പ്രവേശിപ്പിക്കുന്നതുമാണ്. അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലമത്രേ അത്. അള്ളാഹുവിൻ്റെ പക്കലാണ് ഉത്തമമായ പ്രതിഫലമുള്ളത്. അപ്പോൾ നിങ്ങൾ യുദ്ധത്തിന് ഇറങ്ങുക. യുദ്ധത്തിന് ഇത്തരത്തിലുള്ള ഇപ്പോൾ ഫ്രാൻസിലെ ആ പയ്യൻ ചെയ്തതുപോലെ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ രാജ്യത്തിലെ 50 പേരുടെ കഴുത്ത് വെട്ടിയതുപോലെ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് നിങ്ങൾ ഇറങ്ങി വരിക. നിങ്ങൾ ക്ഷണിക്കുകയാണ്, അള്ളാഹു ക്ഷണിക്കുകയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ വീടുകളിൽ നിന്ന് ചിലപ്പോൾ പുറത്താക്കിയേക്കാം, നിങ്ങളുടെ നാട്ടിൽ നിന്ന് നിങ്ങൾ പുറത്താക്കപ്പെട്ടേക്കാം. പക്ഷേ ഇതൊന്നും പ്രശ്നമല്ല. അള്ളാഹുവിൻ്റെ പക്കലാണ് ഉത്തമമായ പ്രതിഫലം ഉണ്ടാകുക എന്നാണ്. അതും ഇഹലോകത്തിലെ പ്രതിഫലമല്ല, പരലോകത്തിലെ വളരെ വലിയ സുഖ സൗകര്യങ്ങൾ നിങ്ങൾക്ക് ആജീവനാന്തം ലഭിക്കും എന്നാണ് ഖുർആനിലെ ദൈവം അരുളപ്പെടുന്നത്. നിങ്ങൾ സൗകര്യമുള്ളവരാണെങ്കിലും ഞെരുക്കമുള്ളവരാണെങ്കിലും ധർമ്മസമരത്തിന് ഇറങ്ങിപ്പുറപ്പെട്ടുകൊള്ളുക. നിങ്ങളുടെ സ്വത്തുക്കൾ കൊണ്ടും ശരീരങ്ങൾ കൊണ്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ സമരം ചെയ്യുക. അതാണ് നിങ്ങൾക്ക് ഉത്തമം. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വത്ത് ഉപയോഗിച്ച്, നിങ്ങളുടെ കയ്യിൽ സൗകര്യമുള്ളവരാണെങ്കിൽ, സാമ്പത്തിക ശേഷിയുള്ളവരാണെങ്കിൽ സാമ്പത്തികം നൽകിയും ശരീരം കൊണ്ടും 2 രീതിയിലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ സമരം ചെയ്യാനാണ് ഖുർആൻ പറയുന്നത്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വല്ലവനും സ്വദേശം വെടിഞ്ഞു പോകുന്ന പക്ഷം ഭൂമിയിൽ ധാരാളം അഭയസ്ഥാനങ്ങളും ജീവിത വിശാലതയും അവൻ കണ്ടെത്തുന്നതാണ്. വല്ലവനും തൻ്റെ വീട്ടിൽ നിന്ന് സ്വദേശം വെടിഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്കും അവൻ്റെ ദൂതനിലേക്കും ഇറങ്ങി പുറപ്പെടുകയും അനന്തരം വഴിമധ്യേ മരണം അവനെ പിടികൂടുകയും ചെയ്യുന്ന പക്ഷം അവനുള്ള പ്രതിഫലം അള്ളാഹുവിൽ സ്ഥിരപ്പെട്ട് കഴിഞ്ഞു. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാമയനുമാകുന്നു. 4-ാം അധ്യായത്തിൽ 100-ാമത്തെ വാക്യം. ഇപ്പോൾ നമ്മളൊരു കുറേ ആയത്തുകൾ ഞാൻ മാറ്റിയിട്ടുണ്ട്, എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ആയത്തുകൾ ഈ ആയത്തുകളിൽ ഇപ്പോൾ ആവർത്തിച്ച് ഈ ആയത്തുകളിൽ എല്ലാം തന്നെ പറയുന്നത് ഒരു കാര്യമാണ്. പല സ്ഥലങ്ങളിലായി പല സൂറകളിലായി പറയുന്ന കാര്യങ്ങളെല്ലാം പല രീതിയിൽ ഒരു കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആഹ്വാനമാണ്. ഞങ്ങളിലേക്ക് വരൂ, ദൈവത്തിങ്കിലേക്ക് വരൂ, അള്ളാഹുവിലേക്ക് വരൂ, അള്ളാഹുവിൻ്റെ ദീൻ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യൂ എന്നാണ് ഖുർആൻ ആവർത്തിച്ച് പറയുന്നത്. ഇഹലോക ജീവിതത്തെ പരലോക ജീവിതത്തിന് പകരം വെക്കാൻ തയ്യാറുള്ളവൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യട്ടെ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വല്ലവനും യുദ്ധം ചെയ്തിട്ട് അവൻ കൊല്ലപ്പെട്ടാലും വിജയം നേടിയാലും നാം അവന് മഹത്തായ പ്രതിഫലം നൽകുന്നതാണ്. ഇത് തന്നെയാണ് അങ്ങനെ ആവർത്തിച്ച് പ്രതിഫലം നൽകും എന്ന് പറഞ്ഞുകൊണ്ട്, സ്വർഗം നൽകുമെന്ന് പറഞ്ഞുകൊണ്ട്, മരണാനന്തര ജീവിതം സുഖസൗകര്യമാകുന്ന മരണാനന്തര ജീവിതം നൽകുമെന്ന് പറഞ്ഞുകൊണ്ട് ഖുർആനിൽ ദൈവം ആവർത്തിച്ച് പറയുന്നത്. വിശ്വാസികൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നു. സത്യനിഷേധികളാകട്ടെ ദുർമൂർത്തികളുടെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നു. അതിനാൽ പിശാചിൻ്റെ മിത്രങ്ങളുമായി നിങ്ങൾ യുദ്ധത്തിൽ ഏർപ്പെടുക. തീർച്ചയായും പിശാചിൻ്റെ കുതന്ത്രം ദുർബലമാകുന്നു. 4-ാം അധ്യായം 76-ാമത്തെ വാക്യം. എന്നാൽ നിങ്ങൾ അവരെ കൊലപ്പെടുത്തിയിട്ടില്ല, പക്ഷേ അള്ളാഹുവാണ് അവരെ കൊലപ്പെടുത്തിയത്. നബിയെ, നീ എറിഞ്ഞ സമയത്ത് നീ എറിഞ്ഞിട്ടുമില്ല, പക്ഷേ അള്ളാഹുവാണ് എറിഞ്ഞത്. എൻ്റെ ഭാഗത്തു നിന്നുള്ള ഗുണകരമായ ഒരു പരീക്ഷണത്തിലൂടെ അള്ളാഹു സത്യവിശ്വാസികളെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത്. തീർച്ചയായും അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. അതായത് പറയുന്നത്, നീ കൊന്നിട്ടില്ല, നീയല്ല കൊന്നിട്ടുള്ളത്. നിനക്ക് വേണ്ടി നിന്റെ കൈകൾ കൊണ്ട് അള്ളാഹുവാണ് ഒരാളെ കൊല്ലിച്ചിരിക്കുന്നത്. നീ എറിഞ്ഞിട്ടുമില്ല, പക്ഷേ എറിഞ്ഞത് അള്ളാഹുവാണ്. അപ്പം നീ ഇതെല്ലാം ദൈവത്തിൻ്റെ ഇച്ഛയാണ് നീ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് മടി കൂടാതെ യുദ്ധം ചെയ്യൂ എന്നാണ് പറയുന്നത്. ഇതേ സന്ദർഭം നമുക്ക് ഭഗവത്ഗീതയിൽ കാണാം. ഭഗവത്ഗീതയിൽ കൃഷ്ണൻ
ഉപദേശനം കൊടുക്കുന്നത് മിത്രങ്ങളാണ് എന്ന് നോക്കിക്കൊണ്ട് നിൽക്കണ്ട, നീ നിന്റെ കർമ്മം ചെയ്യുക എന്ന് ഭഗവത്ഗീതയിൽ ഉപദേശിക്കുന്നത് പോലെ അതേപോലെ ഒരു വാചകമാണ് 8-ാം അധ്യായത്തിൽ 17-ാമത്തെ വാക്യം. വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ ബഹുദൈവ വിശ്വാസികളെ നിങ്ങൾ കണ്ടിടത്തെടുത്ത് വെച്ച് കൊന്നുകളയുക, അവരെ പിടികൂടുകയും വളയുകയും അവർക്ക് വേണ്ടി പതിയിരിക്കാവുന്നിടത്തെല്ലാം പതിയിരിക്കുകയും ചെയ്യുക. ഇനി പശ്ചാത്തപിക്കുകയും നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും സക്കാത്ത് നൽകുകയും ചെയ്യുന്ന പക്ഷം നിങ്ങൾ അവരുടെ വഴി ഒഴിവാക്കി കൊടുക്കുക. തീർച്ചയായും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു എന്നാണ്. വളരെ വളരെ കരുണാനിധിയും ഏറെ പൊറുക്കുന്നവനുമായിട്ടുള്ള ഒരാളുടെ വാചകമാണ് മുകളിൽ വായിച്ചത്. നിങ്ങൾ ബഹുദൈവ വിശ്വാസികളെ, വിലക്കപ്പെട്ട മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ ബഹുദൈവ വിശ്വാസികളെ നിങ്ങൾ കണ്ടെടുത്ത് വെച്ച് തട്ടുക, അവരെ പിടികൂടുന്നതിന് വേണ്ടിയിട്ട് വളയുക, വളഞ്ഞിട്ട് പിടികൂടുക, കൊല്ലുക. വളരെ കരുണാമയനും കാവൽ വിളക്കും ഒക്കെ ആയിട്ടുള്ള ഒരു ദൈവത്തിൻ്റെ വാചകമാണിത്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് യുദ്ധം ചെയ്തുകൂടാ? നിങ്ങളുടെ രക്ഷിതാവേ, അക്രമകാരികളായ ആളുകൾ വസിക്കുന്ന ഈ നാട്ടിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുകയും നിന്റെ വകയായി ഒരു രക്ഷാധികാരിയെയും നിന്റെ വകയായ ഒരു സഹായിയെയും ഞങ്ങൾക്ക് നിശ്ചയിച്ചു തരികയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന മർദ്ദിച്ചൊതുക്കപ്പെട്ട പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയും നിങ്ങൾക്ക് എന്തുകൊണ്ട് യുദ്ധം ചെയ്തുകൂടാ? അതായത് ബഹുദൈവ വിശ്വാസികളായിട്ട് ഉള്ള ഒരു സമൂഹത്തിൽ ന്യൂനപക്ഷമായിട്ടുള്ള ആളുകൾ മർദ്ദിച്ച് ഒതുക്കപ്പെടുന്നു. ഇന്ന് ഇസ്ലാമോഫോബിയ പോലുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് പലരുടെയും നാവിൽ നിന്ന് വരുന്ന വാക്കുകളാണ്. അപ്പോൾ അങ്ങനെ മർദ്ദിച്ച് ഒതുക്കപ്പെടുന്ന ഒരു സമൂഹത്തിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് അത്തരക്കാരായിട്ടുള്ള പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി യുദ്ധം ചെയ്തുകൂടാന്നാണ് ചോദിക്കുന്നത്. ബഹുദൈവ വിശ്വാസികൾ അടങ്ങുന്ന സമൂഹം, ഇപ്പോൾ നിരീശ്വരവാദികൾ ഏറ്റവും കൂടുതൽ ഉള്ള യൂറോപ്യൻ രാജ്യങ്ങൾ എന്തിനാണ് തിരഞ്ഞെടുക്കുന്നത്? അവിടുന്ന് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കടന്നു വരുന്ന വിശ്വാസികൾക്ക് അവിടെ ജീവിക്കാൻ കഴിയാത്ത, അവരുടെ വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിലെ കുട്ടികൾക്ക് വിശ്വസിക്കാൻ, പുരുഷന്മാർക്ക് വിശ്വസിക്കാൻ, സ്ത്രീകൾക്കൊക്കെ വിശ്വസിക്കാൻ, അവരുടെ ദീൻ വളർത്താൻ വേണ്ടിയിട്ടുള്ള പാതയിൽ നിങ്ങൾ യുദ്ധം ചെയ്യണം എന്ന് 4-ാം അധ്യായത്തിൽ 75-ാമത്തെ വാക്യത്തിൽ പറയുന്നു. ഇതാണ് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റുന്നു എന്ന് പറയുമ്പോഴും ആ സന്ദർഭത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് കൃത്യമായി ഖുറാനിൽ അങ്ങോളം ഇങ്ങോളം ദൈവം നിലനിർത്തുന്നത്. ഇത് ഇസ്ലാമിൻ്റെ കാലം കഴിയുന്നത് വരെ, ഇല്ലെങ്കിൽ എല്ലാവരും ഇസ്ലാമിലേക്ക് വരുന്നത് വരെ ഈ സന്ദർഭം ആവർത്തിച്ചു കൊണ്ടിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. സത്യവിശ്വാസികളെ, നിങ്ങളുടെ പിതാക്കളും നിങ്ങളുടെ സഹോദരങ്ങളും സത്യവിശ്വാസത്തെക്കാൾ സത്യനിഷേധത്തെ പ്രിയങ്കരമായി കരുതുന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾ രക്ഷകർത്താക്കളായി സ്വീകരിക്കരുത്. നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അവരെ രക്ഷകർത്താക്കളായി സ്വീകരിക്കുന്ന പക്ഷം അവർ തന്നെയാണ് അക്രമികൾ. 9-ാം അധ്യായത്തിൽ 23-ാമത്തെ വാക്യത്തിൽ പറയുന്നു. അതായത് സത്യവിശ്വാസികളായിട്ടുള്ള ആളുകൾ, നിങ്ങളുടെ മാതാപിതാക്കൾ സത്യവിശ്വാസികൾ അല്ലെങ്കിൽ അവരെ മാതാപിതാക്കളായിട്ടോ സഹോദരങ്ങളായിട്ടോ കൂട്ടരുത് എന്നാണ് പറയുന്നത്. സ്വന്തം മാതാപിതാക്കളെ, ഖുറാനിൽ പല സന്ദർഭങ്ങളുണ്ട്, പല ഹദീസുകൾ, യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകളിലൊക്കെ നമ്മൾ കാണാറുണ്ട്. ബാപ്പയെ കൊല്ലിക്കുന്നത് മകനെ കൊണ്ട്, സഹോദരനെ കൊല്ലിക്കുന്നത് അതേ സഹോദരനെ കൊണ്ട്. അങ്ങനെ ഒത്തിരി സന്ദർഭങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ ആയത്ത്. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരു ജനത അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടും എതിർത്ത് നിൽക്കുന്നവരുമായി സ്നേഹബന്ധം പുലർത്തുന്നത് നീ കണ്ടെത്തുകയില്ല. അവർ എതിർപ്പുകാർ അവരുടെ പിതാക്കളോ പുത്രന്മാരോ സഹോദരന്മാരോ ബന്ധുക്കളോ ആയിരുന്നാൽ പോലും ഇത്തരക്കാരുടെ ഹൃദയങ്ങളിൽ അള്ളാഹു വിശ്വാസം രേഖപ്പെടുത്തുകയും അവൻ്റെ പക്കൽ നിന്ന് ഒരു ആത്മചൈതന്യം കൊണ്ട് അവൻ അവർക്ക് പിൻബലം നൽകുകയും ചെയ്തിരിക്കുന്നു. താഴ്ഭാഗത്തോടുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗപ്പൂന്തോപ്പുകളിൽ അവർ അവരെ പ്രവേശിപ്പിക്കുകയും ചെയ്യും. അവരതിൽ നിത്യവിശ്വാസികളായിരിക്കും. അള്ളാഹു അവരെപ്പറ്റി തൃപ്തിപ്പെടുത്തിയിരിക്കുന്നു. അവൻ അള്ളാഹുവിനെ പറ്റിയും തൃപ്തിപ്പെടുത്തിയിരിക്കുന്നു. അത്തരക്കാരാവുന്നു അള്ളാഹുവിൻ്റെ കക്ഷി. അറിയുക, തീർച്ചയായും അള്ളാഹുവിൻ്റെ കക്ഷിക്കാവുന്നു വിജയം പ്രാപിക്കുന്നവർ. 58-ാമത്തെ അധ്യായത്തിൽ 22-ാമത്തെ വാക്യത്തിൽ പറയുന്നു.
തീർച്ചയായും നിങ്ങളുടെ കൂട്ടത്തിൽ മടിച്ച് പിന്നോക്കം നിൽക്കുന്നവരുണ്ട്. അങ്ങനെ നിങ്ങൾ വല്ല വിപത്തും ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോടൊപ്പം യുദ്ധത്തിന് ഹാജരാകാതിരുന്നത് വഴി അള്ളാഹു എനിക്ക് അനുഗ്രഹം ചെയ്തിരിക്കുകയാണ് എന്നായിരിക്കും അവൻ പറയുക. അപ്പം മടിച്ചു നിൽക്കുന്നവർ, പിന്നോക്കം പോകുന്നവരുമൊക്കെ ഉണ്ട് നമ്മുടെ ഇവിടുത്തെ സാധാരണ വിശ്വാസികൾ. അവരെല്ലാം യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് വരണമെന്നാണ് ആഹ്വാനം ചെയ്യുന്നത്. അങ്ങനെ മടിച്ച് പിന്നോക്കം നിൽക്കാൻ പാടില്ല. അവർക്ക് അതൊരു വിപത്താണ്. ഈ നേരത്തെ പറഞ്ഞതുപോലെ ഭൂമിയിലേക്ക് തൂങ്ങിക്കളയുക എന്ന് പറയുന്നത് ഇഹലോക ജീവിതത്തിൽ അവർ അധിഷ്ഠിതമായി വിശ്വസിച്ച് കഴിയുന്നു. അവർ യുദ്ധത്തിലേക്ക് വരണം എന്ന യുദ്ധ ആഹ്വാനമാണ് അള്ളാഹു നടത്തുന്നത്. നബിയെ പറയുക, മരണത്തിൽ നിന്നോ കൊലയിൽ നിന്നോ നിങ്ങൾ ഓടിക്കളയുകയാണെങ്കിൽ ആ ഓട്ടം നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയില്ല. അങ്ങനെ ഓടി രക്ഷപ്പെട്ടാലും അല്പമല്ലാതെ നിങ്ങൾ ജീവിത സുഖം നൽകപ്പെടുകയില്ല. അപ്പോൾ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞ്, ഇപ്പോൾ നടക്കുന്ന ജിഹാദിൽ നിന്ന് പിന്തിരിഞ്ഞ് ഒരു യഥാർത്ഥ വിശ്വാസി ഓടിക്കളയരുത്, അതിൽ നിൽക്കണം. ബഹുദൈവ വിശ്വാസികൾക്കെതിരായി, ആധുനിക സമൂഹത്തിനെതിരായി യുദ്ധം ചെയ്യണം എന്നാണ് ഇന്നും ഖുർആൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 33-ാമത്തെ അധ്യായത്തിൽ 16-ാമത്തെ വാക്യത്തിൽ പറയുന്നു. സത്യവിശ്വാസികളെ, അള്ളാഹു കോപിച്ചിട്ടുള്ള ഒരു ജനതയോട് നിങ്ങൾ മൈത്രിയിലേർപ്പെടരുത്. ഖബറുകളിലെ പോലുള്ളവരെ സംബന്ധിച്ച് അവിശ്വാസികൾ നിരാശപ്പെട്ട പോലെ ലോകത്തെപ്പറ്റി അവർ നിരാശപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. 60-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ വാക്യം. നിങ്ങൾ യുദ്ധത്തിൽ ഇറങ്ങി പുറപ്പെടുന്നില്ലെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് വേദനയേറിയ ശിക്ഷ നൽകുകയും നിങ്ങളല്ലാത്ത വല്ല ജനതയും അവൻ പകരം കൊണ്ടുവരികയും ചെയ്യും. അവന് ഒരു ഉപദ്രവവും ചെയ്യാൻ നിങ്ങൾക്കാവില്ല. അള്ളാഹു ഏത് കാര്യത്തിനും കഴിവുള്ളവനാകുന്നു എന്നാണ്. അതായത് യുദ്ധത്തിന് ഇറങ്ങപ്പെട്ട് പോയില്ലെങ്കിൽ നിങ്ങൾക്ക് വേദനയേറിയ ശിക്ഷ കിട്ടും, നിങ്ങൾക്ക് സ്വർഗം കിട്ടില്ല. ഒരു യുദ്ധ സന്ദർഭം വരുന്നു. നേരത്തെ പറഞ്ഞ പല സന്ദർഭങ്ങളും ഉണ്ടാവാം. ഇപ്പോൾ ഒരു ബഹുസ്വര സമൂഹത്തിൽ ന്യൂനപക്ഷമായി ജീവിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ യുദ്ധം ചെയ്യാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾ യുദ്ധം ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ശിക്ഷയുണ്ടാവും എന്ന് ഖുർആൻ വളരെ വ്യക്തമായി 9-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. യുദ്ധത്തിന് പോകാതെ ഒഴിഞ്ഞിരിക്കുന്ന സ്ത്രീകളുടെ കൂട്ടത്തിൽ ഇരിക്കുന്നതിൽ അവർ തൃപ്തി അടഞ്ഞിരിക്കുന്നു. അവരുടെ ഹൃദയങ്ങളിൽ മുദ്ര വെക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ അവർ കാര്യം ഗ്രഹിക്കുന്നില്ല. അതായത് യുദ്ധത്തിന് പുറത്തോട്ടിറങ്ങാതെ ഇഹലോക ജീവിതത്തിൽ സുഖസൗകര്യങ്ങളിൽ കഴിയുന്നവർ, സ്ത്രീകൾക്കൊപ്പം അവരുടെ കൂട്ടത്തിലിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ സ്ത്രീകളുടെ കൂട്ടത്തിലിരിക്കരുത്. നിങ്ങൾ ഈ സമയത്ത് യുദ്ധത്തിനിറങ്ങുക. നിങ്ങൾക്ക് ഒരു സ്ത്രീയുടെ സ്ഥാനത്ത് 72 സ്ത്രീകളെ അള്ളാഹു ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എന്നാണ് ഖുർആൻ പറയുന്നത്. സത്യവിശ്വാസികളെ, നിങ്ങൾ കാഫറുകളെ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കരുത്. അള്ളാഹുവിന് നിങ്ങൾക്കതിൽ വ്യക്തമായ തെളിവുണ്ടാക്കി വെക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? സത്യവിശ്വാസികളായിട്ടുള്ള ആളുകളെ ഇപ്പോൾ നമ്മുടെ ചില ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ കാണാറുള്ളൂ. ഒരാൾ നിസ്കരിക്കുന്നു, അതേപോലെ ഒരു നമ്പൂതിരി, പൂണൂലിട്ടൊരു നമ്പൂതിരി കുട പിടിച്ചു കൊടുക്കുന്നു. അങ്ങനെയുള്ള കുറേ ഷോ ഓഫ് നമ്മുടെ സമൂഹത്തിൽ കാണുന്നുണ്ട്. അതൊന്നും പാടില്ല. സത്യവിശ്വാസികളെ, നിങ്ങൾ കാഫറുകളെ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കരുതെന്നാണ് പറയുന്നത്. ഉറ്റമിത്രങ്ങളായി ഒരു കാരണവശാലും കാഫറുകളെ സ്വീകരിക്കരുത്. നിങ്ങൾക്കെതിരെ വ്യക്തമായ തെളിവുണ്ടാക്കി വെക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ് ചോദിക്കുന്നത്. സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന സമയത്ത്, ഖബറിൽ നിന്നുള്ള ശിക്ഷാവിധി തുടങ്ങുന്ന സമയത്ത് വായിക്കുമ്പോൾ ഇത് നിങ്ങളുടെ ഭാഗത്ത് വളരെ കൃത്യമായ തെളിവായി അവശേഷിക്കും. അതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് ചോദിക്കുന്നത് 4-ാം അധ്യായത്തിൽ 144-ാമത്തെ അധ്യായം ഭാഗം. സത്യവിശ്വാസികളെ, യഹൂദരും ക്രൈസ്തവരെയും നിങ്ങൾ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കരുത്. അവരാകട്ടെ അന്യോന്യം ഉറ്റമിത്രങ്ങളാണ് താനും. നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അവർ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കുന്ന പക്ഷം അവനും അവരിൽപ്പെട്ടവർ തന്നെയാണ്. അക്രമികളായ ആളുകളെ അള്ളാഹു നേർവഴിക്ക് ആക്കുകയില്ല, തീർച്ച. ഇവിടെ ഭരണഘടന ഉള്ള ഒരു രാജ്യത്ത് പല വിധികളും നടക്കുമ്പോൾ ചില മത വിശ്വാസത്തിൻ്റെ പുസ്തകങ്ങളെ ഉയർത്തിപ്പിടിക്കാറുണ്ട് കോടതികൾ. ഇത്തരമൊരു പുസ്തകത്തെയാണ് കോടതികൾ ഉയർത്തിപ്പിടിക്കുന്നത്. ഒരു സമൂഹത്തിൽ ജീവിക്കുന്നവരെ വളരെ കൃത്യമായി എടുത്തു പറയുകയാണ്, യഹൂദരെയും ക്രൈസ്തവരെയും. യഹൂദർ വളരെ ചുരുക്കമായി ചിലപ്പോൾ നമ്മുടെ രാജ്യത്ത് കാണാം, പക്ഷേ ക്രൈസ്തവർ വലിയൊരു സമൂഹം തന്നെയാണ് നമ്മുടെ രാജ്യത്ത്.
ആ ക്രൈസ്തവരെ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കരുത് എന്ന ജാതി എടുത്തു പറഞ്ഞുകൊണ്ട്, മതം എടുത്തു പറഞ്ഞുകൊണ്ട് ഒരു പുസ്തകം നമ്മുടെ നാട്ടിലുണ്ട്. ഇത്തരത്തിലൊരു പുസ്തകമോ എഴുത്തോ നമ്മുടെ പൊതുമാധ്യമങ്ങളിൽ വന്നു കഴിഞ്ഞാൽ മതനിന്ദ ആരോപിക്കപ്പെടേണ്ട ഏറ്റവും വലിയ കുറ്റമാണ്. മതസ്പർദ്ധ വളർത്തലാണ്. അത് 5-ാമത്തെ അധ്യായത്തിൽ 51-ാമത്തെ വാക്കിൽ എഴുതപ്പെട്ടിരിക്കുന്നു. അള്ളാഹുവിൻ്റെ ദൂതനായ മറിയയുടെ മകൻ മസീഹ് ഈസയെ ഞങ്ങൾ കൊന്നിരിക്കുന്നു എന്നവർ പറഞ്ഞാലും അവർ ശപിക്കപ്പെട്ടിരിക്കുന്നു. വാസ്തവത്തിൽ അവർ കൊലപ്പെടുത്തിയിട്ടില്ല, ക്രൂശിച്ചിട്ടുമില്ല. പക്ഷേ യാഥാർത്ഥ്യം അവർക്ക് തിരിച്ചറിവാകുകയാണ് ഉണ്ടായത്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഈസയുടെ കാര്യത്തിൽ ഭിന്നിച്ചവർ അതേപ്പറ്റി സംശയത്തിൽ തന്നെയാവുന്നു. ഊഹാപോഹത്തെ പിന്തുടർന്നതല്ലാതെ അവർക്ക് അക്കാര്യത്തിൽ യാതൊരു അറിവുമില്ല. ഉറപ്പായും അദ്ദേഹത്തെ അവർ കൊലപ്പെടുത്തിയിട്ടില്ല. 4-ാം അധ്യായത്തിൽ 57-ാമത്തെ വാക്ക്. ഇത് ക്രിസ്ത്യൻ വിശ്വാസത്തിന് നേർവിപരീതമായിട്ടുള്ള ഒരു ആയത്താണ്. അപ്പോൾ അവരുമായിട്ടുള്ള വിശ്വാസികൾ തങ്ങളിലുള്ള സംവാദങ്ങളിൽ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. അത് ഒരു ദൈവം തന്നെ വളരെ കൃത്യമായി അവരുടെ പുസ്തകത്തിലൂടെ പറഞ്ഞിരിക്കുന്നു. ഞങ്ങൾ ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞവരിൽ നിന്നും നാം കരാർ വാങ്ങുകയുണ്ടായി. എന്നിട്ട് അവർക്ക് ഉദ്ബോധനം നൽകപ്പെട്ടതിൽ നിന്ന് ഒരു ഭാഗം അവർ മറന്നു കളഞ്ഞു. അതിനാൽ അവർക്കിടയിൽ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളുകൾക്കും ശത്രുതയും വിദ്വേഷവും നാം ഇറക്കി വിട്ടു. അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെപ്പറ്റി അള്ളാഹു പിന്നീട് അവരെ പറഞ്ഞറിയിക്കുന്നതാണ്. അതായത് ക്രിസ്ത്യാനികൾക്കെതിരായിട്ടുള്ള വെല്ലുവിളിയാണ്. അള്ളാഹു പറയുന്ന സന്ദർഭം ശ്രദ്ധിക്കുക. മറിയയുടെ മകൻ ഈസ അള്ളാഹുവിന് പുറമെ എന്നെയും എൻ്റെ മാതാവിനെയും ദൈവങ്ങളാക്കിക്കൊള്ളുവിൻ എന്ന് നീയാണോ ജനങ്ങളോട് പറഞ്ഞത്? അദ്ദേഹം പറയും, നീ എത്ര പരിശുദ്ധൻ, എനിക്ക് പറയാൻ യാതൊരു അവകാശമില്ലാത്തത് ഞാൻ പറയാവതല്ലോ. ഞാനത് പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായും നീ അത് അറിഞ്ഞിരിക്കുമല്ലോ. എൻ്റെ മനസ്സിലുള്ളത് നീ അറിയും, നിൻ്റെ മനസ്സിലുള്ളത് ഞാൻ അറിയില്ല. തീർച്ചയായും നീ തന്നെയാണ് അദൃശ്യ കാര്യങ്ങൾ അറിയുന്നവൻ. ഇവിടെയും ഒരു മതത്തിനെതിരായിട്ടുള്ള കൃത്യമായ വെല്ലുവിളി അതുതന്നെയാണ് 5-ാം അധ്യായത്തിൽ 116-ാമത്തെ വാക്യത്തിലുള്ളത്. അള്ളാഹുവിൻ്റെ കൈകൾ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് യഹൂദന്മാർ പറഞ്ഞു. അവരുടെ കൈകൾ ബന്ധിതമാകട്ടെ. അവർ പറഞ്ഞ വാക്ക് കാരണം അവർ ശപിക്കപ്പെട്ടിരിക്കുന്നു. അല്ല, അവർ 2 കൈകളും നിവർത്തപ്പെട്ടവയാകുന്നു. അവൻ എങ്ങനെ ഉദ്ദേശിക്കുന്നു അങ്ങനെ ചെലവഴിക്കുന്നു. നിനക്ക് നിന്റെ രക്ഷിതാവിങ്കിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട സന്ദേശം അവരിൽ അധികം പേർക്കും ധിക്കാരവും അവിശ്വാസവും വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും. അവർക്കിടയിൽ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളുവരെ ശത്രുതയും വിദ്വേഷവും നാം ഇട്ടുകൊടുത്തിരിക്കുകയാണ്. അവർ യുദ്ധത്തിന് തീ കൊളുത്തുമ്പോഴെല്ലാം അള്ളാഹു അത് കെടുത്തിക്കളയുന്നു. അവർ നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. കുഴപ്പക്കാരെ അള്ളാഹു തിരിച്ചറിയും എന്നാണ് പറയുന്നത്. ഒരു മതത്തെക്കുറിച്ച് വളരെ കൃത്യമായ ഒരു നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു മതത്തെക്കുറിച്ചുള്ള പരാമർശമാണ് ഖുർആനിൽ കാണുന്നത്. തീർച്ചയായും അള്ളാഹുവെങ്കിൽ അടുക്കൽ ജന്തുക്കളിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ടവർ കാഫറുകളാകുന്നു. ആകയാൽ അവർ വിശ്വസിക്കുകയില്ല. 8-ാം അധ്യായം 55-ാമത്തെ വാക്യം. കാഫറുകളാണ്, നിങ്ങളുടെ വിശ്വാസത്തെ അംഗീകരിക്കാത്തവർ, വിശ്വസിക്കാത്തവരെല്ലാം കാഫറുകളാണ് എന്ന് ഖുർആൻ വളരെ ഫ്രാങ്കായി തുറന്ന് പറയുന്നു. അവരെയും അള്ളാഹുവിനും പുറമെ അവർ ആരാധിക്കുന്നവയും അവൻ ഒരുമിച്ച് കൂട്ടുന്ന ദിവസം ശ്രദ്ധേയമാകുന്നു. എന്നിട്ടവൻ ആരാധ്യരോട് പറയും, എൻ്റെ ഈ ദാസന്മാരെ നിങ്ങൾ വഴിപിഴപ്പിച്ചതാണല്ലോ, അതല്ല അവർ തന്നെ വഴിതെറ്റിപ്പോയതാണല്ലോ. അതായത് മറ്റൊരു മതവിശ്വാസിയുടെ ദൈവത്തോട് ഖുർആനിലെ ദൈവം പറയുകയാണ്, അവരെയും അള്ളാഹുവിനും പുറമെ അവർ ആരാധിക്കുന്നവരെയും അവർ ഒരുമിച്ച് കൂട്ടുന്ന ദിവസം ശ്രദ്ധേയമാകുന്നു. എന്നിട്ട് അവൻ ആരാധകരോട് പറയും, എൻ്റെ ദാസന്മാരെ നിങ്ങൾ വഴിപിഴപ്പിച്ചതാണല്ലോ, അതല്ല അവർ തനിയെ വഴിപിഴച്ചതാണല്ലോ. 25-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യം. അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾക്ക് യാതൊരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത വസ്തുക്കളെ അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുകയാണല്ലോ. നിങ്ങളുടെയും അള്ളാഹുവിനും പുറമെ നിങ്ങൾ ആരാധിക്കുന്നവരുടെ കാര്യം അപഹാസ്യം തന്നെ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ഇത് നമ്മുടെ നാട്ടിൽ ഒരു ബഹുസ്വര സമൂഹത്തിൽ ഖുർആൻ പറയുന്ന വാചകങ്ങളാണ്, ഒരു ദൈവം പറയുന്ന വാചകങ്ങളാണ്. പരസ്പരം ആക്ഷേപിക്കുന്നതിന്, പഴി പറയുന്നതിന് പോലും ഇത്തരം വാക്കുകൾ എടുത്ത് ഇന്നത്തെ ജനാധിപത്യ സമൂഹത്തിൽ ആരും ഉപയോഗിക്കില്ല. അങ്ങനെ
തൻ്റെ വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്നതിന്, തൻ്റെ വിശ്വാസികളുടെ വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്നതിന് മറ്റ് മതക്കാരുടെ ദൈവങ്ങളെയും അവരുടെ വിശ്വാസങ്ങളെയും പഴി പറയുന്ന ദൈവത്തെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ജനാധിപത്യ സമൂഹത്തിൽ അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നാണ് ഇത്. ഈ ഒരു പ്രസ്താവന ഒരു സാധാരണക്കാരൻ ഇന്ന് ഏതെങ്കിലും ഒരു മീഡിയ വഴി നടത്തിയാൽ ഭരണഘടനാപരമായ നടപടി അവൻ നേരിടേണ്ടി വരും. ആ സ്ഥാനത്താണ് വളരെ കാരുണ്യവാനായിട്ടുള്ള ദൈവം ഇത്തരം ആയത്തുകൾ ഇറക്കുന്നത്. തീർച്ചയായും നിങ്ങളും അള്ളാഹുവിനും പുറമെ നിങ്ങൾ ആരാധിക്കുന്നവയും നരകത്തിലെ ഇന്ധനമാകുന്നു. നിങ്ങൾ അതിലേക്കാണ് വന്നു ചേരുക തന്നെ ചെയ്യുന്നത്. ഇക്കൂട്ടർ ദൈവങ്ങളായിരുന്നുവെങ്കിൽ അവർ അതിൽ നരകത്തിൽ വന്നു ചേരുകയില്ലായിരുന്നു. അവരെല്ലാം അവരെല്ലാം അതിൽ നിത്യവാസികളായിരിക്കും. 21:98 വാക്കുകളിൽ. അപ്പോൾ വിശ്വാസികൾ മാത്രമല്ല, ബഹുദൈവ വിശ്വാസികൾ വിശ്വസിക്കുന്ന ദൈവങ്ങൾ അവരും നരകത്തിലെ വിറകുകൊള്ളികളാകും എന്നാണ് ഖുർആൻ പറയുന്നത്. ഇപ്പോൾ വേറെ ദൈവങ്ങളുണ്ട് എന്ന് ഖുർആനിലെ ദൈവത്തിന് തന്നെ അറിയാം. അതാണല്ലോ അവരെയും നരകത്തിലെ വിറകുകൊള്ളികളായി അവരുടെ വിശ്വാസികൾക്കൊപ്പം എരിക്കാൻ വേണ്ടിയിട്ട് ദൈവം തീരുമാനിച്ചതും അതുവഴി ആയത്ത് ഇറക്കിയതും. വളരെ മറ്റു സമൂഹങ്ങളെ വളരെയേറെ അധിക്ഷേപിക്കുന്ന, അവരുടെ ദൈവങ്ങളെല്ലാം ഈ ദൈവത്തിൻ്റെ നരകത്തിലെ വിറകുകൊള്ളികളായി കാണുന്ന വളരെ വലിയ സ്പർദ്ധ നമ്മുടെ സമൂഹത്തിൽ നിലനിർത്തുന്ന ആയത്തുകളാണ് ഇവയൊക്കെ. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ബഹുദൈവ വിശ്വാസികളെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയ കുറ്റമാണ്. ബഹുദൈവ വിശ്വാസികളായിട്ടുള്ള ആളുകളെ വിവാഹം കഴിക്കുന്നവർ വേശ്യകളാണ് എന്നാണ് ദൈവം പറയുന്നത്. ബഹുദൈവ വിശ്വാസികൾക്ക് അവർ വിശ്വസിക്കുന്നത് വരെ നിങ്ങൾ വിവാഹം കഴിപ്പിച്ച് കൊടുക്കുകയും ചെയ്യരുത്. സത്യവിശ്വാസിയായ ഒരു അടിമയാണ് ബഹുദൈവ വിശ്വാസിയേക്കാൾ നല്ലത്. അവർ നിങ്ങൾക്ക് കൗതുകം ജനിപ്പിച്ചാലും ശരി. അക്കൂട്ടത്തിൽ നരകത്തിലേക്കാണ് ക്ഷണിക്കുന്നത്. അള്ളാഹു ആകട്ടെ അവൻ്റെ ഹിതമനുസരിച്ച് സ്വർഗത്തിലേക്കും പാപമോചനത്തിലേക്ക് ക്ഷണിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ വേണ്ടി എൻ്റെ തെളിവുകൾ അവർക്ക് വിവരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നമ്മുടെ നാട്ടിൻപുറത്തെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഇപ്പോൾ ലവ് ജിഹാദ് എന്നൊക്കെ പറഞ്ഞ് ആഘോഷിച്ച് നടക്കുന്നത്. അപ്പോൾ ബഹുദൈവ വിശ്വാസികൾ സ്വന്തം സത്യമതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരെ വിവാഹം കഴിക്കാം. ബഹുദൈവ വിശ്വാസികളെ വിവാഹം കഴിക്കുന്നതിനേക്കാൾ നല്ലത് ഏതെങ്കിലും ഒരു അടിമയെ നിങ്ങൾ വിവാഹം കഴിക്കുന്നതാണ്. അത്ര മോശമാണ് എന്നാണ് 2-ാം അധ്യായത്തിൽ 221 വാക്യത്തിൽ ഖുർആനിലെ ദൈവം പറയുന്നത്. വ്യഭിചാരിയായ പുരുഷൻ വ്യഭിചാരിണിയെയോ ബഹുദൈവ വിശ്വാസിനിയോ അല്ലാതെ വിവാഹം കഴിക്കാറില്ല. വ്യഭിചാരിയോ ബഹുദൈവ വിശ്വാസിയോ അല്ലാതെ വിവാഹം കഴിക്കാറുമില്ല. സത്യവിശ്വാസികളുടെ മേൽ അത് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. 24-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ വാക്കിലാണ് ദൈവം ഇത് പറയുന്നത്. ഇപ്പോൾ സമയം ഒരുപാട് വൈകിയതുകൊണ്ട് ഞാൻ ഇത്രയും കൊണ്ട് നിർത്തുകയാണ്. നമ്മളുടെ ഒരു ബഹുസ്വര സമൂഹത്തിൽ ഒത്തിരി ജാതി മത വ്യത്യാസങ്ങളില്ലാതെ ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ, അതിപ്പോൾ എല്ലാ സമൂഹവും അതുപോലെ തന്നെയാണ്. ഒരു മതം മാത്രമുള്ള പഴയ രാജകാലമൊന്നുമല്ല. പണ്ട് രാജാക്കന്മാർ ഒരു മതം സ്വീകരിച്ചു കഴിഞ്ഞാൽ പ്രജകൾ അതേപോലെ ആ മതം സ്വീകരിക്കുകയാണ്. ഇന്ന് ജനാധിപത്യ സമൂഹത്തിൽ അങ്ങനെയൊന്നുമില്ല. എല്ലാ സമൂഹങ്ങളിലും മനുഷ്യൻ സഞ്ചാരിയാണ്. പല രാജ്യങ്ങളിലേക്ക് ഇന്നും മനുഷ്യൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പലതരത്തിൽ പല ഭൂഖണ്ഡങ്ങളിൽ പല രാജ്യങ്ങളിൽ കലർപ്പുകളുണ്ടാവും. അവർ ഒരു തരത്തിലും മാറ്റി നിർത്തപ്പെടുന്ന ഒരു മതമോ സംസ്കാരമോ നമ്മുടെ സമൂഹത്തിലില്ല. അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരു ലോകക്രമത്തിൽ എങ്ങനെയാണ് ഒരു മതം ഒരു ഭീകര മതമായി മാറുന്നത് എന്നുള്ളതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ്. ഇവിടെ ഇന്ന് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ലോകത്ത് ഒത്തിരി മതങ്ങളുണ്ട്. ആ മതങ്ങളെല്ലാം പല തരത്തിൽ പരിഷ്കരിക്കപ്പെട്ടു, പല രീതിയിൽ. ഇതിനേക്കാൾ വലിയ കൊടിയ ചോര ഒഴുക്കിക്കൊണ്ടിരുന്ന ക്രിസ്ത്യൻ മതങ്ങളുണ്ട്. അവയൊക്കെ മാറി അവരുടെ ഇത്തരം സങ്കുചിതമായ താല്പര്യങ്ങളിൽ നിന്നും വിശ്വാസങ്ങളിൽ നിന്നും പുസ്തകങ്ങളിലെ വിശ്വാസങ്ങളിൽ നിന്നും അവർ മാറി പരിണമിക്കുകയാണ് ചെയ്തത്. മനുഷ്യൻ്റെ നീതിബോധം പലതിലും മാറ്റം വരുത്തി. സാംസ്കാരിക ബോധം, ശാസ്ത്രബോധം, ശാസ്ത്രീയമായിട്ടുള്ള ഉപകരണങ്ങളുടെ കണ്ടുപിടുത്തങ്ങൾ, സൗകര്യങ്ങൾ, സുഖസൗകര്യങ്ങൾ,
ഇപ്പോൾ ഖുർആൻ ആഹ്വാനം ചെയ്യുന്ന സ്വർഗത്തേക്കാൾ സുന്ദരമായ ഒരു ഭൂമിയാണ് നമുക്കുള്ളത്. അപ്പോൾ വിശ്വാസങ്ങൾ വളരെ നേർത്ത് വരുന്ന ഈ കാലഘട്ടത്തിലും സ്വന്തം വിശ്വാസം, മതത്തിൻ്റെ വിശ്വാസം ഉയർത്തിപ്പിടിക്കാൻ കാണിക്കുന്ന ഈ ഒരു വ്യഗ്രത, ഈ ഒരു തീവ്രവാദ നിലപാട് ഇസ്ലാം മാറ്റണം. ലോക സമാധാനത്തിന് ബദലായ ഒരു സംവിധാനമായി ഈ മതത്തെ ഇനിയും കൊണ്ടുപോകാൻ വിശ്വാസികൾ തന്നെ മുൻകൈയെടുക്കണം. ഞങ്ങൾ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ അങ്ങനല്ല, ഞങ്ങളുടെ ഇസ്ലാം സമാധാനത്തിൻ്റെ മതമാണ് എന്ന് ഞങ്ങളെ പഠിപ്പിക്കുകയല്ല, നിങ്ങളുടെ കൂടെയുള്ള ഈ തീവ്രവാദ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ സമൂഹത്തിൽ, നിങ്ങളുടെ മതത്തിലുള്ള ന്യൂനപക്ഷമെന്ന് നിങ്ങൾ പറയുന്ന തീവ്രവാദികളെയാണ് അത് പോയി പഠിപ്പിക്കേണ്ടത്. അവരെ പഠിപ്പിച്ച് ഈ സമൂഹത്തിൽ ഈ ഭയത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ വിശ്വാസികൾ ഏറ്റെടുക്കണം എന്നുകൂടെ പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ഈ പരിപാടിയിൽ ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകരോട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു.